ഞാൻ ദ്വാരക്ക് അങ്ങക്കാണ് ഇത്ര നേരം ഞാൻ ചങ്ക പൊട്ടിച്ച് അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ചെയ്യാ അല്ലാഹു കൊടുക്കട്ടെ. പ്രശ്നമുണ്ടോ അമ്മ? പ്രശ്നമുണ്ടോ അമ്മ? ഓഫീസ് ഏർപ്പാടാക്കണോ? എന്റെ മര്യാദ അത് ചോദിക്കണ്ടേ അല്ലേ? നേരാ അർച്ചനെ പ്രശ്നത്തല്ലോ നിൽക്കുക ചെയ്ത് പറന്നിറങ്ങുന്ന 23 കൊല്ലം പാസ്പോർട്ടും പിന്നെ പൈസ പോയിട്ട് അതെന്റെ വീട്ടിലേക്ക് കൊടുത്തു തരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കറാമത്തല്ല, സ്വലാത്തുൽ ഫാത്തിഹയുടെ കറാമത്താണ്. 10 മാസം വയറ്റിലിട്ട് ചുമന്ന് പ്രസവിച്ച കണ്ട മകന് ജയിലിൽ കിടക്കുമ്പോ കൂടെ കിടക്കുന്നവർക്ക് 15 വർഷം ശിക്ഷ വിധിച്ചപ്പോ ഉമ്മാനെ പറയുമ്പോ എന്റെ വീട്ടിലെ സ്വലാത്തുൽ ഫാത്തിഹ വെച്ചോ എന്റെ മകനെ വെറുതെ വിടുമെന്ന് എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വലാത്തിന്റെ പവർ. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി, നീ വിഷമിക്കുന്ന മോളെ, വിഷമിക്കുന്ന ചേട്ടാ, നിങ്ങളെ മകൾക്കൊന്നും പറ്റില്ലാന്ന് ഈ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലാത്തിന്റെ പവർ. അല്ല പുറക്കാതെ തങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ മാസങ്ങളോളം അവനെ ബുക്ക് ചെയ്യണം. ഞാൻ കാസർഗോഡ് നമസ്കരിപ്പിച്ച അള്ളാഹു ആഫിയത്തുള്ളവരെ കിട്ടും. ഞാൻ ചെല്ലുമ്പോ നമുക്ക് പേടിയാ, കാരണം റോഡ് ബ്ലോക്ക് ആകാണ്. അല്ലെ റോഡ് ടോക്കൺ എടുത്തിട്ട് റോഡ് ബ്ലോക്ക് ആകാണ്. ടോക്കൺ എടുക്കാത്ത അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈർ നൽകിയിട്ടുണ്ട്. അപ്പോ ഈ സ്വലാത്ത് ഇജാസത്ത് വാങ്ങാൻ എന്ത് വിഷമമുണ്ടെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് കടലിൽ വെള്ളം വെക്കണമെന്ന് ദ്വാരക്കപ്പെട്ടോ ചിലപ്പോൾ വെള്ളം പറ്റും. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഈ സ്വലാത്തുണ്ടല്ലോ, ഈ സ്വലാത്ത് പതിവാക്കുന്നവർ ഈ മാവോട് കൂടി മാത്രമായിരിക്കും മരിക്കാം. ഓന്റെ സകറാത്തിനായിട്ട് വേദന ഉണ്ടാകൂല, പ്രയാസങ്ങൾ ഉണ്ടാകൂല, അവനെ സ്വർഗത്തിലെ പ്രവേശിക്കുമെന്ന് പല ആരിഫീങ്ങളും അവരെ കിതാബില് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാണ് ഇമാം തിജാനി തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പുമായിട്ട് അടുപ്പുണ്ടാവും. ആ അടുപ്പം ഞാൻ റസൂലുള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ തങ്ങളുമായിട്ട് അടുപ്പുണ്ട്. ഞാൻ ഉംറക്ക് പോയി. ഞാൻ ഉംറക്ക് പോകുമ്പോ വിശുദ്ധ പോയത് ഇന്ന് ഞാൻ മക്കത്തെത്തി, ഉംറ ചെയ്തു, മദീനത്തെത്തിയപ്പോ എന്റെ അമീർ, ഞാൻ എന്റെ കൂടെ പുറത്തേക്ക് തുറക്കാൻ പോയത് അമീർ ഓടി വന്നിട്ട് റൗളയിലേക്ക് കിടക്കാൻ പേപ്പർ നിങ്ങൾക്കില്ല, നിങ്ങളെ പേരില്ല, ആൾക്കാരുടെ കൂട്ടത്തില് റൗളയിലേക്ക് കിടക്കണമെങ്കിൽ പേപ്പർ വേണം. നിങ്ങളെ വിസിറ്റ് വിസ ആയതുകൊണ്ട് പേരില്ല. എന്നാലും പേപ്പറല്ല, ഞാൻ വരിയിരുന്നു. വരിയുന്നപ്പോ പോലീസുകാരെ ചോദിച്ചത് പേപ്പർ ഇവിടെ ഇല്ല എന്നിട്ട് മാറിക്കയറുന്നു. എന്നാ എന്നിട്ട് മാറി നിൽക്കാറുണ്ട്. കുറച്ചപ്പുറത്ത് പോയിട്ട് ഞാനങ്ങട്ട് കരഞ്ഞു നബിയേ, ആ പച്ചക്കുപ്പ നോക്കിയിട്ട് ഞാനിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു നബിയേ, അവിടുത്തെ പേരക്കുട്ടിയല്ലേ വന്നത്. ബൈക്കുവാണ് പറഞ്ഞു, എന്തിനാ വർത്താനം അതാണോ കണ്ടോ. അപ്പോ ഞാൻ അല്ലാണ്ട് റസൂലിനെ പച്ചക്കുപ്പ നോക്കിയിട്ട് ഞാൻ കരഞ്ഞു നബിയേ, ഞാൻ വന്നത് കോടാനക്കോടി സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. ചൊല്ലി ഞാൻ നിക്രോട്ട് ഫാത്തിഹ 10 ദിവസം ഫാത്തിഹ ഉണ്ടാക്കുന്നവർക്ക് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള എല്ലാ
സ്വലാത്തിന്റെ രഹസ്യങ്ങൾ ഈ സ്വലാത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഇത്രയേറെ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്ത് വേറില്ല. അത്രക്ക് ഫലം. ഒന്ന് ചൊല്ലിയാൽ 6 ലക്ഷം. എനിക്കുറപ്പാ അള്ളാഹ് പരാജയപ്പെടുത്തുക. എത്ര വീഡിയോ ഇല്ലേ? ഒരു വർഷം മുമ്പ് മുംബൈയിൽ തുറക്കാൻ പറ്റില്ല, തുറന്ന എന്റെ മുഖം കാണും അല്ലെ? തുറന്ന എന്റെ മുഖം ആയിരക്കണക്കിന് ആളുകൾ എന്റെ വീടിന്റെ മുറ്റത്തുകൊണ്ട് മാപ്പ് അള്ളാഹ് സാക്ഷിയായിട്ട് പറയാം. മക്കൾക്ക് രോഗം, ഭാര്യക്ക് രോഗം, പറഞ്ഞവർക്ക് രോഗം, സലാത്ത് ചെല്ലുന്ന അതല്ലാഹു. എന്നാൽ തങ്ങൾ പറയാം, മറ്റുള്ള സ്വലാത്തിനെ പോലെയല്ല, ഇതിൽ എല്ലാ സ്വലാത്തിന്റെ രഹസ്യം ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ കിതാബ് രേഖപ്പെടുത്തിയതും ആദ്യത്തെ ഹൃദയത്തിൽ നിന്നും പുറത്തുവരുന്നതുമായ ലക്ഷക്കണക്കിന് പ്രത്യേകതകൾ ഈ സ്വലാത്തിനുണ്ട്. അക്ഷരശുദ്ധിയോടും കൂടി ശ്രദ്ധിച്ചും ഇത് പതിവാക്കിയ പുണ്യവാസന അല്ലാഹു പരാജയപ്പെടില്ല. അല്ലാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് തയ്യാറായോ അല്ലേ? എന്നാൽ റഹ്മത്തിന്റെ മാലാഖമാരെ വിളിക്കാൻ ഞാൻ എന്റെ ഉപ്പാപ്പമാരെ ഞാൻ വിളിക്കുകയാണ്. റഹ്മത്തിന്റെ മാലാഖമാരെ ഞാൻ വിളിക്കുകയാണ്. അവരെ ഒരൊറ്റ കാര്യം ചെറുതായിട്ട് പെണ്ണുങ്ങളോട് പറയാൻ. ഒരുപാട് പെണ്ണുങ്ങൾ കേട്ടത് ഇതൊരു ക്ലാസ്സാണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോ വിചാരിക്കും നിങ്ങൾ ദ്വാരിക്കലുണ്ടോ അള്ളാഹുവോട്? പെണ്ണുങ്ങളെ പറയണോ? എന്നാൽ നിങ്ങൾ ദ്വാരിക്കുന്ന കഷ്ടപ്പാട് കൂടുതലേ പറയും. ഇന്ത്യത്തെ ഒരുപാട് കേട്ടോ, ഒരു 5 മിനിറ്റ് പെണ്ണുങ്ങളെ കേട്ടോ. ഇത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി. ഇത് കേട്ടാൽ നിങ്ങൾ പറയും വെറുതെ അല്ല ഇന്ത്യ സ്വീകരിക്കാത്തത്. ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയിപ്പോ ശരിയാണല്ലോ, ഇന്റെ കുട്ടി പറഞ്ഞു എന്റെ ഉമ്മമാരെ നിങ്ങളെ കുട്ടിയെ നിങ്ങൾ പറയും അല്ലേ? എനിക്കൊരു ഉമ്മ കമ്മല് കൊടുക്കുന്നു, ഇതിന്റെ കുട്ടിക്കുള്ളതാണ്. വാക്കേട്ടപ്പോ എല്ലാവരും തന്നെ പറയും എന്റെ കുട്ടിയാണ് ഒന്നും കൈവിന്റെ ഉമ്മമാർക്ക് കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനറിയോ, എനിക്ക് രോഗം, എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഷുഗർ മാത്രമേ ഉള്ളൂ. എന്താ എനിക്ക് ഉറക്കില്ല, ഞാൻ ഉറങ്ങില്ല. എല്ലാവർക്കും അറിയാം. ഞാൻ കിട്ടുന്ന സമയം വർഷവും എന്റെ ഉമ്മമാര് അങ്ങനെ ദ്വാരിക്കാൻ അല്ല എനിക്ക് തന്നെ ഞാനൊക്കെയാണ്. അള്ളാഹു മരിക്കുന്നത് സ്നേഹം. എന്നാൽ ഞാനൊരു കഥ പറയാം. നിങ്ങൾക്കറിയോ, എല്ലാവർക്കും അറിയാം, ഞാൻ പൈസ സമ്പാദിച്ചിട്ടില്ല. ഈ പണക്കാളുകൾ കൊണ്ടുതരുന്ന ഞാൻ 50 കുട്ടികളെ കെട്ടിച്ചു, ഒരുപാട് മക്കളെ കെട്ടിച്ചു, ഒരുപാട് മക്കൾക്ക് വീട് വെക്കാൻ പൈസ കൊടുത്തു. 1,80,00,000 ലാഭമാണ്. ആ പൈസ 6 മാസം എടുത്തു വെച്ചു. ആരെങ്കിലും ഒരാൾ വിളിച്ച് ചോദിക്കണ്ടേ എത്ര കിട്ടിയെന്ന്? 6 ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്താക്കി, 3 ഏക്കർ സ്ഥലം വിൽക്കുവാണ്. 3 ഏക്കർ സ്ഥലം ഒക്കെ അറിയോ? പറയും മക്കളെ. എത്തിമക്കൾ കവർ കൊടുക്കുന്ന ബാങ്കിൽ എത്തിമക്കളെ കവർ എത്തിമക്കളെ കവറ് പാവപ്പെട്ട കവർ. അടുത്ത മാസമല്ല, പിറ്റത്തെ മാസം കല്യാണമാണ്. 20 പെൺകുട്ടികളെ കല്യാണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തിന് ഒരാള് മനസ്സിന് യാചിക്കുന്ന അവസരത്തിലാതിരിക്കട്ടെ. ഒരു പെണ്ണ് ഒരാളെ പോയിട്ട് പറഞ്ഞു, അക്കാ ഒരു മുതലാളിയത് പോയിട്ട് പറഞ്ഞു, മുതലാളിയത് പോയി, അക്കാ എനിക്ക് 4 പെൺകുട്ടികളെ, നിക്ക് 4 പെൺകുട്ടി മാപ്പിള വെച്ചു എത്തിയമാണ്. 22 വയസ്സായി. ഒരാളൊരു പ്രേമത്തിലാണ്. ഞാൻ പറഞ്ഞു, മോളെ